നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവത്തെ അങ്ങേയറ്റം വർഗീയവൽക്കരിച്ച് കണ്ടു. അത് അത്രയ്ക്ക് വലിയ സംഭവമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിനെപ്പോലും വർഗീയവൽക്കരിച്ച സ്ഥിതിക്ക് പഴയ KR ബസിന്റെ സംഭവം ഇങ്ങനെയാണെങ്കിൽ വർഗീയവൽക്കരിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു. ഇവിടെ എൻ്റെ ഊഹം അസ്ഥാനത്തായില്ല. 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് KR ബസിന്റെ സംഭവം വർഗീയവൽക്കരിച്ചുകൊണ്ട് തന്നെ ഒരു ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു. അതിനൊരു മറുപടി എന്നോണമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒപ്പം തന്നെ KR ബസ് സർവീസിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് പള്ളിക്കൽ. അതിനോട് ചേർന്ന് കാട്ടുപുതുശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് ഞാൻ മേൽപ്പറഞ്ഞ ബസിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഉടമസ്ഥന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു 2 പതിറ്റാണ്ട് മുമ്പ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പല സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് അനേകം സർവീസുകൾ നടത്തിയിരുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയായിരുന്നു KR മോട്ടോഴ്സ്. ഈ സ്ഥലങ്ങളിൽ ജീവിച്ചവർക്ക് ഈ ബസ്സിനെയും ഇതിന്റെ മുതലാളിയെയും കുറിച്ച് പ്രത്യേകിച്ചൊരു മുഖവരയുടെ ആവശ്യം തന്നെ ഇല്ല. പലരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ KR ബസ്സുകൾ. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വളർച്ചയെക്കുറിച്ചും തളർച്ചയെക്കുറിച്ചുമൊന്നും പ്രത്യേകിച്ച് ആരും ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവരുടെ ഈ സാമ്രാജ്യം തകർന്നതിനെക്കുറിച്ച് പല വീഡിയോകളും ഓൺലൈൻ ചാനലിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഒരു ചാനലിൽ വന്നിരിക്കുന്ന വാർത്ത. ഹിന്ദു ആയതുകൊണ്ട് മാത്രം ആ ബസ് മുതലാളിയെ അവിടുത്തെ മുസ്ലിങ്ങളായ നാട്ടുകാർ തകർത്തതാണ് എന്ന തരത്തിലാണ് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ വർഗീയപരമായ ഒരു സംഭവങ്ങളും നടക്കുന്നില്ല എന്നല്ല. മറിച്ച് ഈ ബസ്സിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞതാണോ വാസ്തവം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സാമാന്യം നല്ല മുസ്ലിം ജനസംഖ്യയുള്ള ഒരു സ്ഥലമാണ് പള്ളിക്കൽ. KR എന്ന് കേട്ടിട്ടില്ലാത്തവരുടെ അറിവിലേക്കായി പറയാം. ഇവർക്ക് ഒരു സമയം ഏകദേശം 80-നടുത്ത് ബസ്സുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 200-250 അടുത്ത് ലോറികളുണ്ട്. അതിൽ നാഷണൽ പെർമിറ്റ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉൾപ്പെടും. സിമെന്റിന്റെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്, ക്വാറി ഉണ്ട്, ബാറുണ്ട്, പെട്രോൾ പമ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻസ് സ്ഥാപനവും ഉണ്ട്. ഇവരുടെ ധനകാര്യ സ്ഥാപനത്തിൽ ആകർഷകരമായ പലിശ നൽകുന്നതിനാൽ തദ്ദേശീയരും അല്ലാത്തവരും ധാരാളം പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാനലിലെ വാർത്ത അനുസരിച്ച് ഇവരുടെ പതനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വെള്ളിയാഴ്ച ജുമ നടക്കുന്ന സമയത്ത് പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇവരുടെ ഒരു ബസ് നീട്ടി ഹോൺ അടിച്ചു. എയർ ഹോൺ ആണ് ഇവരുടെ എല്ലാ ബസ്സുകളിലും ഉപയോഗിക്കുന്നത്. ഈ ഹോണടിയിൽ പ്രകോപിതരായി മുസ്ലിം മതവിശ്വാസികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ബസ് ജീവനക്കാരെ തല്ലി. അങ്ങനെ മർദ്ദനമേറ്റ ബസ് ജീവനക്കാർ രാത്രിയിൽ ആളെ കൂട്ടി വന്ന് ഈ തല്ലിയവരെ തിരിച്ചടിച്ചു. അതോടെ തന്നെ ഇതിൽ പള്ളി കമ്മിറ്റി ഇടപെടുകയും KRന്റെ ധനകാര്യ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും പണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഈ ചാനൽ അവകാശപ്പെടുന്നത്. പെട്ടെന്ന് എല്ലാവരും കൂടി വന്ന് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ KRന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ KR എന്നല്ല, മിക്കവാറും ഏതൊരു ബിസിനസ്സുകാരനായാലും അദ്ദേഹത്തിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിനിടയിൽ ഇദ്ദേഹം സാമ്പത്തികമായി തകർന്നു എന്നൊരു വാർത്തയും പടർന്നു. അതോടെ കൂടുതൽ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെടാൻ തുടങ്ങി. പണമെല്ലാം പല ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചിരുന്ന KRന് പണം ഉടനെ ആർക്കും തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് KRന്റെ പതനം ആരംഭിക്കുന്നത്. ഈ ചാനലിൽ വന്ന കാര്യം പൂർണ്ണമായി തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിൽ ചില അർത്ഥസത്യങ്ങളുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഹോൺ അടിച്ചപ്പോൾ പൊടുന്നനെ ഇറങ്ങി വന്ന് തല്ലിയെന്നാണ്. എന്നാൽ സംഭവം അങ്ങനെയല്ല. ഈ KR ബസ്സുകളിലെ ജീവനക്കാരുടെ ഹോണടി വളരെ കുപ്രസിദ്ധമാണ്. ആ ചാനലിൽ വാർത്ത വന്നിരിക്കുന്നത് ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ യാതൊരു കുറ്റങ്ങളോ കുറവുകളോ ചൂണ്ടിക്കാണിക്കാതെയാണ്. അത് കേട്ടുകഴിഞ്ഞാൽ ഇവരുടെ ഈ ബസ്സിലെ സകല ജീവനക്കാരും നിഷ്കളങ്കരും അതിനുമപ്പുറം വെള്ളരിപ്രാവുകളുമാണെന്ന് പോലും തോന്നിപ്പോവും. KR ബസ്സുകളിലെ ജീവനക്കാരുടെ ഒരു ഏകദേശ സ്വഭാവം വിവരിക്കാം. ഈ ബസ് സർവീസ് നടത്തുന്ന മേഖലകളിൽ താമസിച്ചിട്ടുള്ളവർക്കറിയാം, ഇവരുമായി കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും വാക്കേറ്റത്തിൽ ഏർപ്പെടാത്തവർ ആ നാട്ടിൽ വിരളമായിരിക്കും. ഈ ബസ്സിലെ ജീവനക്കാർ എന്നുദ്ദേശിക്കുന്നത് എല്ലാ ജീവനക്കാരെയുമല്ല. എല്ലാ ജീവനക്കാരും കുഴപ്പക്കാരാണെന്ന അഭിപ്രായമൊന്നുമില്ല. എങ്കിലും ഈ ബസ്സിലെ നല്ലൊരു ശതമാനം ജീവനക്കാർ, കുറഞ്ഞതൊരു പകുതി പേരെങ്കിലും കുഴപ്പക്കാരാണ് എന്ന് തന്നെ പറയാം. ഇവരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ഒന്നാമതായി, ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പുകളിൽ നിർത്താൻ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ഒരു ബസ്സുമായിട്ട് മത്സര ഓട്ടത്തിലാണെങ്കിൽ ചില അവസരങ്ങളിലൊക്കെ 2-3 സ്റ്റോപ്പുകൾക്കപ്പുറമായിരിക്കും കൊണ്ടു നിർത്തുന്നത്.
പിന്നെ ആളിറങ്ങുന്നതിന് മുൻപും കയറുന്നതിന് മുൻപും വണ്ടി തിരക്കിട്ട് മുൻപോട്ടെടുക്കുക. വിദ്യാർത്ഥികളോട് നിരന്തരമായി അപമര്യാദയായി പെരുമാറുക. മഴക്കാലമാണെങ്കിൽ വഴിയാത്രക്കാരുടെ മേത്ത് ചെളി തെറിപ്പിക്കുക. മിക്കപ്പോഴും അമിത വേഗത്തിൽ തന്നെ സർവീസ് നടത്തുക. അതുപോലെ തന്നെ മറ്റ് ബസ്സുകളിലെ ജീവനക്കാരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുക. മറ്റ് വാഹനങ്ങൾക്ക് ആവശ്യത്തിന് സൈഡ് കൊടുക്കാതിരിക്കുക. മറ്റ് വാഹനങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് ബസ്സുകളെയല്ല, മറ്റ് സ്വകാര്യ വാഹനങ്ങളെയാണ്, അല്ലെങ്കിൽ ടാക്സിയോ ഓട്ടോയോ എന്തും ആയിക്കോട്ടെ. ഇവരുടെയൊക്കെ വഴി മുടക്കിയായിരിക്കും പലപ്പോഴും ബസ് സ്റ്റോപ്പുകളിൽ നിർത്തുന്നത്. സ്ഥലമുണ്ടെങ്കിലും ഒതുക്കി നിർത്തില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് റോഡിന്റെ ടാറിന് ഇത്ര വീതിയില്ല. കഷ്ടിച്ച് ഒരു വണ്ടി കടന്നു പോകാനുള്ള സ്ഥലമേ കാണൂ. അപ്പോൾ 2 വണ്ടി വരുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി സൈഡ് ഇറക്കേണ്ടി വരും. ഇത്തരം അവസരങ്ങളിലുമൊക്കെ ഇവർ നിസ്സഹകരിക്കാറാണ് പതിവ്. പിന്നെ ഇതിനെല്ലാം പുറമെ മുടിഞ്ഞ ഹോണടിയും. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തുമൊക്കെ എയർ ഹോൺ ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കും. അത് ഇവരുടെ വരവറിയിക്കുന്ന ഒരു വിളംബരമായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത്. ബസ് സർവീസ് എന്നാണ് സാധാരണ രീതിയിൽ അറിയപ്പെടുന്നത്. സർവീസ് എന്നാൽ സേവനം എന്നാണ് അർത്ഥം. ഇവരുടെ കാര്യത്തിൽ ഈ സർവീസ് എന്നുള്ള വാക്കിന് പ്രസക്തി ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇവരോട് പലർക്കും ദേഷ്യമുണ്ടെങ്കിലും അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇവരുമായിട്ടൊരു സംഘർഷത്തിന് അധികം ആരും പോവാറില്ല. അതിന് കാരണം ഇവരുടെ സംഘടിത ശക്തി തന്നെയാണ്. 80ഓളം ബസ്സും അതിലെ ജീവനക്കാരും, പിന്നെ ലോറി, ക്വാറി, ബാറ് എന്നിവിടങ്ങളിലെ ജീവനക്കാർ വേറെയും. ഈ സംഘടിത ശക്തി ഇവരെ വല്ലാതെ അങ്ങ് അഹങ്കാരികളാക്കി. ഇനി പള്ളിയുടെ മുന്നിൽ വെച്ചുള്ള ഹോണടിയിലേക്ക് തിരിച്ചു വരാം. ചില സുഹൃത്തുക്കൾ മുഖേന എനിക്കറിയാൻ കഴിഞ്ഞത് ഇവർ ഈ പള്ളിയുടെ മുന്നിൽ നിരന്തരമായി ഹോണടിക്കാറുണ്ട് എന്നായിരുന്നു. പള്ളി കമ്മിറ്റിയും നാട്ടുകാരുമൊക്കെ ഇതിനെ പല പ്രാവശ്യം വിലക്കിയിട്ടുള്ളതുമാണ്. എങ്കിലും ഈ ജീവനക്കാരിൽ ചിലർക്ക് അടക്കാനാവാത്ത അഹങ്കാരം ഉള്ളിലുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ ഈ ഹോണടി തുടരാറുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആദ്യം തല്ലിയത് നാട്ടുകാരാണോ ബസ് ജീവനക്കാരാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിലും തല്ല് നടന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പണം തിരികെ ആവശ്യപ്പെട്ടത് മുതലായവയൊക്കെ നടന്നത് തന്നെയാണ്. ഇവിടെ ഈ ബസ് മുതലാളിയായ KR വസന്തകുമാറിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയൊന്നുമല്ല ജീവനക്കാർ ഇപ്രകാരം പെരുമാറുന്നത് എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും അതങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം. മേൽപ്പറഞ്ഞ ഓൺലൈൻ ചാനലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് KR ഫൈനാൻസ് തകർന്നു എന്ന അപവാദം പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളാണ് എന്നതാണ്. എന്നാൽ നാട്ടുകാരിലെ ഒരു പക്ഷം പറയുന്നത് ഇവരുടെ ബന്ധുക്കൾക്ക് തന്നെ ഇതിൽ കൈയുണ്ട് എന്നതാണ്. അങ്ങനെ നിക്ഷേപകർ ആവശ്യപ്പെട്ട പണം തിരികെ നൽകാൻ കഴിയാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളും നിക്ഷേപകർ പിടിച്ചെടുക്കാൻ തുടങ്ങി. അത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ചും ആ ചാനലിൽ പറയുന്നുണ്ട്. സർവീസ് നടത്തുന്നതിനിടയിൽ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ബസ് പിടിച്ചോണ്ട് പോയി എന്നാണ്. ഇതിൽ വലിയ അസ്വാഭാവികത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അക്കാലത്തൊക്കെ ലോൺ എടുത്ത് വാങ്ങുന്ന വണ്ടികൾ തവണ മുടങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടികൾ പിടിച്ചെടുക്കുന്നത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. ചില മുസ്ലിം വ്യവസായികൾ ഇദ്ദേഹത്തിന്റെ പതനം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് ആ ചാനലിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അഥവാ അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ ബസ് ജീവനക്കാർ എന്തിനാണ് ഇപ്രകാരം പെരുമാറിയത്? സർവീസ് നടത്തുന്ന ഇടങ്ങളിലെല്ലാം ശത്രുക്കളെ സമ്പാദിക്കുന്നതിൽ പ്രത്യേക വിരുദ് തന്നെ അവർക്കുണ്ടായിരുന്നു. ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ചാനലിൽ ഒന്നും പറയുന്നതുമില്ല. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ സംശയത്തിലാക്കുന്നത്. 2005 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ 19 വർഷം കഴിഞ്ഞു. KR വസന്തകുമാർ എന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല. KR തകർന്നതോടെ ആ ബസ്സുകളിലെ ജീവനക്കാരുടെ സംഘടിത ശക്തിയും ഇല്ലാതായി. KRന്റെ ജീവിതം എല്ലാ ബസ് ഉടമകളും തൊഴിലാളികളും പാഠമാക്കേണ്ടതാണ്. പിന്നെ ഓൺലൈൻ ചാനലിനോട് ഒന്നേ പറയാനുള്ളൂ, ഒരു സംഭവത്തിൽ വർഗീയത നടന്നിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാത്തിനെയും വർഗീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാത്തപക്ഷം യഥാർത്ഥ വർഗീയത നടക്കുമ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വർഗീയതകളെ ചെറുത്തു തോൽപ്പിക്കാൻ പൊതുസമൂഹത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.